യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഈ ലോകത്തിൽ അനേക മഹത് വ്യക്തികൾ ജീവിച്ചിരുന്നു. അവർ മരിക്കുകയും ചെയ്തു. അവരുടെ എല്ലാം കല്ലറകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുമ്പോൾ ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച മഹത് വ്യക്തി ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം ഒഴിഞ്ഞുകിടക്കുന്നു. അവനവിടെയില്ല, പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും നൽകുന്നു. വൈദ്യനായ ലൂക്കോസിന്റെ ആദ്യ പുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷമായിരുന്നു. അതിൽ യേശുക്രിസ്തു ചെയ്തതും ഉപദേശിച്ചതുമായ സകലത്തെയും കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത്. നോക്കൂ, ചെയ്തതും ഉപദേശിച്ചതും തൻ്റെ പ്രവൃത്തിയും വാക്കും ഒന്നു തന്നെ ആയിരുന്നു. ക്രിസ്തു പ്രവർത്തിക്കുന്നതേ പറയൂ, പറയുന്നതേ പ്രവർത്തിക്കൂ. രണ്ടാം പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം 40 ദിവസം തൻ്റെ ശിഷ്യന്മാരോട് കൂടെയായിരുന്ന അവരോട് കൽപ്പിച്ചതും പറഞ്ഞതും ഉപദേശിച്ചതുമായ കാര്യങ്ങളെ എഴുതിക്കൊണ്ടാണ്. ഈ പുസ്തകത്തിൽ അപ്പോസ്തോലൻ, ശിഷ്യൻ എന്നീ 2 പദങ്ങൾ നമുക്ക് കാണാം. എന്താണ് ഇവയുടെ അർത്ഥം? സുവിശേഷങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തോലന്മാരെന്ന് പല പ്രാവശ്യവും വിളിച്ചിട്ടുണ്ട്. 12 പേരെ യേശു ഒരിക്കലും ശിഷ്യന്മാരെന്ന് വിളിച്ചിട്ടില്ല. അപ്പോസ്തോലൻ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നർത്ഥം, മിഷണറി എന്നർത്ഥം. ശിഷ്യൻ എന്നാൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ് എന്നാണ് അർത്ഥമാകുന്നത്. യേശു അവരോട് കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അവർ പഠിതാക്കളായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം അവർ മിഷണറിമാരായി, അപ്പോസ്തോലന്മാരായി മാറി. പിതാവിനാൽ അയക്കപ്പെട്ടവരും അധികാരമുള്ളവരുമായിരുന്നു ഈ അപ്പോസ്തോലന്മാർ. യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ശിഷ്യൻ മാത്രമാണ്. യേശു നിയോഗിച്ചയച്ച അപ്പോസ്തലന്മാർക്ക് യേശുവിൽ നിന്ന് നേരിട്ടുള്ള ഉപദേശവും അധികാരവും ലഭിച്ചതായിരുന്നു. ആയതിനാൽ തന്നെ ഇന്ന് ആർക്കും അപ്പോസ്തലൻ എന്ന പദവി അലങ്കരിക്കാൻ പൂർണ്ണമായി കഴിയുകയില്ല. പഴയ നിയമത്തിൽ ആദ്യ ഫലപ്പെരുന്നാളിനും പെന്തക്കോസ്ത് പെരുന്നാളിനുമിടയിൽ 50 ദിവസത്തെ അകലമുണ്ട്. ഇവിടെ 40 ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോട് കൂടെയിരുന്ന് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയം യേശു അവരോട് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ. 40 ദിവസം ദൈവരാജ്യത്തെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് പലതും പറഞ്ഞു. എന്നാൽ അവർക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ആയതിനാൽ തന്നെ പിതാവ് അവർക്ക് കൊടുക്കാൻ പോകുന്ന വാഗ്ദത്തത്തെ, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറയുന്നു. ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പലതും നാം പറഞ്ഞിട്ടും ഗ്രഹിക്കാൻ കഴിയാതെ അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് അവരിൽ ഇല്ല എന്നത് തന്നെ. പരിശുദ്ധാത്മാവിനെ ആയി കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാൻ യേശു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇങ്ങനെ പറയണമെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നതിൽ തർക്കമില്ല. തുടർന്ന് യേശു 2 തരത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് പറയുന്നു. സ്നാപയോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും. സ്നാപയോഹന്നാൻ നടത്തിയ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. യേശു കർത്താവും ആ സ്നാനമേറ്റു. അങ്ങനെ സകല നീതിയും താൻ നിവർത്തിച്ചു. യേശുവിൻ്റെ ക്രൂശീകരണം, മരണം, ഉയർപ്പ് ഇവയ്ക്ക് സാദൃശ്യമായി ജലത്തിൽ മുങ്ങുന്ന ശുശ്രൂഷയാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ഇന്ന് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം ഇല്ല. ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജലത്തിൽ സ്നാനമേൽക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഏകീഭവിക്കണം. എന്നാൽ ആത്മസ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം വ്യത്യസ്തമാണ്. ഒരു വിശ്വാസിയെ യേശു പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ താഴ്ത്തി മുക്കുന്നതാണ് ആത്മസ്നാനം എന്ന് പറയപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അനുഭവമല്ലെങ്കിൽ പരിശുദ്ധാത്മാ അഭിഷേകം എന്നും നമുക്ക് പറയാം. ജലസ്നാനം, ആത്മസ്നാനം ഇവ രണ്ടും വ്യത്യസ്തമാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 5-ാം വാക്യം വ്യക്തമായി പറയുന്നു. നിങ്ങൾക്കോ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്നെഴുതിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എങ്കിലും ആത്മസ്നാനം മറ്റൊരു അനുഭവമാണ്. അത് കൂടിയേ കഴിയൂ. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും വീണ്ടും ജനിച്ചവരും സ്വർഗത്തിൽ പേരെഴുതിയവരും ശുദ്ധിയുള്ളവരും പരിശുദ്ധാത്മാവുള്ളവരും ആത്മാവിനെ കൈക്കൊണ്ടവരും ജലസ്നാനം ഏറ്റവരുമായിരുന്നു. എന്നിട്ടും യേശു അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക, ആത്മസ്നാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന്.
ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നത് പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ ആത്മസ്നാനം പ്രത്യക്ഷമാണ്. അതിനടയാളം അന്യഭാഷയാണ്. മറ്റുള്ളവർക്കത് കാണാനും കേൾക്കുവാനും കഴിയും. ആത്മാവ് നിറഞ്ഞവർ ആത്മസ്നാനം പ്രാപിക്കുന്നു. എന്നാൽ ഓരോ പ്രാവശ്യവും ആത്മാവിൽ നിറയുമ്പോൾ ആത്മസ്നാനം ആവർത്തിക്കപ്പെടുന്നില്ല. ആത്മസ്നാനം ഒരിക്കൽ മാത്രമേയുള്ളൂ. എന്നാൽ ആത്മനിറവ് ആവർത്തിക്കപ്പെടും. ആത്മനിറവിനാൽ ഒരുവൻ അന്യഭാഷ, സാക്ഷ്യം, വചനപ്രഘോഷണം, ദർശനം, വീര്യപ്രവൃത്തി എന്നിവ നടത്തും. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ നിറഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. വിശ്വാസികളായ നാം ആത്മസ്നാനത്തിനായി, ആത്മനിറവിനായി കാത്തിരിക്കണം. അത് പ്രാപിക്കണം. യേശു അത് പറഞ്ഞു എന്നല്ല, തീർച്ചയായും അതൊരു കൽപ്പനയായി തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ മറിയ വേലക്കാരോട് ഇപ്രകാരം പറഞ്ഞു: അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. കൽപ്പിച്ചത് ചെയ്യുക, എങ്കിൽ മാത്രമേ ദൈവമഹത്വം നമ്മിലൂടെ വെളിപ്പെടൂ. പിതാവിൻ്റെ നാമം ലോകത്തിൽ മഹിമപ്പെടൂ. കർത്താവിൻ്റെ ഓരോ കൽപ്പനയും അനുസരിക്കാനുള്ളതാണ്. അവയനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.